ഭഗവാന്റെ മുന്നിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും. ഭഗവാനെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ ആവശ്യങ്ങളെല്ലാം മാറിപ്പോകും. പെട്ടെന്നാണ് ആ എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് ഞാൻ കടുത്തൊരു ശിവഭക്തനായിരുന്നു. നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഒന്നാണ് ആത്മീയത. അല്ലാണ്ട് ആത്മീയത നമ്മൾ തേടിപ്പോകേണ്ടതല്ല. ഭൗതിക ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട്. ഭക്തിയുടെ തലത്തിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കണക്റ്റ് ആവുന്നത്. ഗുരുകലിനെങ്ങനെ ഇത്ര ആകർഷണം? എൻ്റെ ഭൗതികമായ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്. പഴനിയൊന്നും എനിക്ക് എൻ്റെ ലിസ്റ്റിലില്ലാത്ത ക്ഷേത്രങ്ങളാണ്. ഞാൻ ഈ ഭൂമിയിലെത്തിയതിനു ശേഷം ഞാൻ 38ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് പഴനിയിലേക്ക് പോകുന്നത്. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് ഭഗവാൻ അത് നടത്തിത്തരും. അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് ഞാൻ മിക്കവാറും പോകാറുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴേക്ക് കണ്ണുകൾ വല്ലാതെ അങ്ങ് ചുവന്ന് തീക്ഷ്ണമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ. നിങ്ങളാണോ അവിടെ പൂജ ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു യോഗദണ്ഡുണ്ട്, കമണ്ടലും ഉണ്ട്, കയ്യിലൊരു രുദ്രാക്ഷം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ കണ്ണുകൾ വളരെ അഗ്നി പോലെ തിളങ്ങുന്ന കണ്ണുകൾ. അപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല ഇത് ആരാണ് എന്നൊന്നും നമുക്കറിയില്ല. വടക്കോട്ട് ഇങ്ങനെ കൈ കാണിച്ചു, ഹിമാലയത്തിൽ ഇവിടെ ഇങ്ങനെ കൈ കാണിച്ചു, അതാണെന്ന് കാണുന്നത്. അപ്പം അങ്ങനെയാണ് മനസ്സിലായത് അത്. നമസ്കാരം. അമേസിംഗ് റേയിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പതിവായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നല്ല നല്ല കമൻറ്റുകൾ തരിക. പുതുതായി കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥി ചേർത്തല സ്വദേശിയായ ആരോണാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്തേ. അപ്പോൾ ഒരു ബിസിനസ് മേധാവിയാണ്. അതെ, വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ എന്തിനും ഒരു അടിസ്ഥാനം ഉണ്ടാവും. തീർച്ചയായും അല്ലേ? നമുക്ക് ഒരു അടിസ്ഥാനമില്ലാതെ നമുക്കൊന്നിനും പോകാൻ പറ്റില്ല. പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ചില അടിത്തറകൾ കൃത്യമായി ഉണ്ടെങ്കിൽ നമ്മളത് വിജയിക്കുക തന്നെ ചെയ്യും. അത് ആത്മീയത അന്ധതയില്ലാത്ത രീതിയിലുള്ള ആത്മീയതയാണ്. അതെ. അപ്പോൾ നമ്മൾ പല വഴിക്കും പോയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനൊരു ഒരു 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 ലാസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ആ ഒരു വഴിക്ക് കറക്റ്റ് ചെയ്ത് വരും. അല്ലേ? ഒരു ആത്മീയതയാണ്. എങ്ങനെയാണ് ആരോൺ ഒരു ആത്മീയ പാതയിലേക്ക് എങ്ങനെ വന്നു? ഞാൻ തുടക്കകാലം ഞാൻ ചെറിയ പ്രായത്തിൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചിരുന്നു. ആ സമയത്ത് മാർഷ്യൽ ആർട്സ് കളരിയാണോ? ഇല്ല, കരാട്ടെ. ഷിറ്റോറിയോ കരാട്ടെ പഠിച്ചിരുന്നു. അതിനുശേഷം ഷാവോലിൻ കുംഫു ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശിവാനന്ദാശ്രമത്തിൽ യോഗ TTC ചെയ്യുന്നത്. അങ്ങനെ യോഗ TTC ചെയ്തു. അതിനുശേഷം ഒരു യോഗ ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ട് ആചാര്യനോടൊപ്പം ഞാൻ ഒരു 21 ദിവസം ഹിമാലയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആണ് കൂടുതൽ ഈ ആത്മീയമായ ഒരു ഉന്നതി വേണമെന്നുള്ളൊരു ചിന്ത ആ സമയത്തുണ്ട്. ആ സമയത്തും ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു. ഒരു 21 ദിവസം അവിടെ നിന്നു. ശേഷം വീണ്ടും ബിസിനസ്സിലേക്ക് എത്തി. അതിനുശേഷമാണ്. എന്താണ് ബിസിനസ്? എനിക്ക് ചേർത്തലിലാണ്. ലാവൻഡർ എന്ന എൻ്റെ ഫേമിൻ്റെ പേര്. ലേഡീസിൻ്റെ ഡ്രസ്സസ് ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് ഒരു ഉന്നതി പ്രാപിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഭൗതികതയിലൂടെ ആത്മീയതയിലേക്ക് എത്തുക ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മളെ കുടുംബത്തെ കളയാൻ പറ്റില്ലല്ലോ. ഇല്ല, തീർച്ചയായും. നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നവരെ മാറ്റി നിർത്തിയിട്ടല്ല ആത്മീയത കൊണ്ടുപോകേണ്ടത്. അതെ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ പാത വേറെ ആയിരിക്കും. എങ്കിൽ നമുക്കിതൊന്നും വിഷയമില്ല. വിവാഹമൊന്നും കഴിയാതെ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നമുക്ക് നോക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മളെ ഭൗതികതയെന്ന് പറയുന്നെങ്കിലും അതൊരു ആത്മീയ ലെവലിൻ്റെ മറ്റൊരു വശം കൂടിയാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം ഭൗതികമായിട്ട് നമ്മളെല്ലാവരും ഭൗതികരാണ്. ഭൗതിക ജീവിതത്തിൽ നമുക്ക് പാലിക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് ഇപ്പോൾ ഞാനൊരു അച്ഛനാണ്, ഭർത്താവാണ്, അതേപോലെ തന്നെ ഞാൻ ഒരു മകനാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളുണ്ട്. അപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാനൊരു മകൻ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഡ്യൂട്ടീസ് ഞാൻ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭർത്താവാണ്. അപ്പോൾ ആ ഭർത്താവ് എന്നുള്ള രീതിയിലുള്ള കർമ്മങ്ങൾ ഞാൻ പാലിക്കണം. അതോടൊപ്പം എൻ്റെ കുട്ടികൾക്ക് അച്ഛനാണ്. അപ്പോൾ ആ കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാവരോടും നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നമ്മൾ പാലിച്ച് തന്നെ പോകണം. എനിക്ക് തോന്നുന്നു ഒരു സമൂഹത്തിനോടുകൂടിയും നമുക്കൊരു കടപ്പാടും തീർച്ചയായും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? കമ്മിറ്റ്മെന്റ്സ് നമുക്കുണ്ട്. അപ്പം
നമ്മൾ അതും കാണണം എന്നുള്ളതാണ്. അതെ, ആത്മീയതയിലേക്കും ഇപ്പോൾ മിക്കവാറും നമ്മൾ കാണുന്നത് ഭൗതികതയിൽ നിൽക്കുന്നവർ തന്നെ ആത്മീയ പാത അന്വേഷിച്ച് യാത്ര ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ. കാരണം ആത്മീയതയിലേക്ക് പോവുക എന്നുള്ളതിനപ്പുറം നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കർമ്മങ്ങളുണ്ട്. ആ ഡ്യൂട്ടീസ് പൂർണ്ണമായും നിർവഹിച്ച് അതിൽ നമ്മൾ പൂർണ്ണമായി വിജയിച്ചതിന് ശേഷം മാത്രം നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഒന്നാണ് ആത്മീയത. അല്ലാണ്ട് ആത്മീയത നമ്മൾ തേടിപ്പോകേണ്ടതല്ല, ആത്മീയത നമ്മളിൽ വന്നു ചേരേണ്ടതാണ്. കാരണം നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായും പാലിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് നേടേണ്ട പല കാര്യങ്ങളിലും നമുക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വശമുണ്ട്. അതാണ് നമ്മൾ ഭക്തിയുടെ തലത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ആ ഭക്തിയുടെ തലത്തിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കണക്ട് ആവുന്നത്. തീർച്ചയായിട്ടും ഞാനത് കൈലാസത്തിൽ കൈലാസ യാത്രയും ഒക്കെ അത് ഏത് പ്രായത്തിലായിരുന്നു? അത് 2009-ലായിരുന്നു. എൻ്റെ ഒരു വിവാഹം കഴിഞ്ഞ സമയത്തായിരുന്നു. കല്യാണം കഴിഞ്ഞാണ് പോയത്. ആ സമയത്തായിരുന്നു ആ യാത്ര. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് വളരെ നല്ലൊരു യാത്രയായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ കൈലാസത്തിലേക്കല്ല പോയത്. ഞങ്ങൾ ഉത്തരകാശി വഴി നൈനിത്താൾ വഴി ഞങ്ങൾ കൈലാസത്തിൻ്റെ ഒരു വശം കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കൈലാസ യാത്ര ആയിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ കൈലാസ യാത്ര ആയിരുന്നില്ല. ഞങ്ങൾ ഗംഗോത്രി വരെ പോയി. അവിടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ പോയതാണ്. ഈ യോഗ ഡോക്യുമെന്ററി തയ്യാറാക്കാനായിട്ട് അതിന്റെ ഭാഗമായിട്ട് പോയതാണ്. ആ സമയത്ത് ഞാൻ കടുത്തൊരു ശിവഭക്തനായിരുന്നു. പിന്നീടാണ് പതിയെ മുരുകനിലേക്ക് എത്തിയത്. മുരുകനിലേക്ക് വന്നതിന് ശേഷം ഭൗതികമായിട്ടുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് മുരുകനിലേക്ക് നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നു? നമുക്ക് ഏതെങ്കിലും നമ്മൾ ശരിക്കും ഒരു ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു ഈശ്വരനെ ആരാധിച്ചിരിക്കുന്നു. അതെ, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മാറുന്നു. നമ്മളെപ്പോഴും മനസ്സ് മാറിക്കൊണ്ടിരിക്കും പോലെ പെട്ടെന്ന് മുരുകനിൽ എങ്ങനെ ഇത്ര ആകർഷണം? മുരുകനിലേക്ക് എത്തിപ്പെടുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. എനിക്കറിയാവുന്ന ഒരു സാറ് ചേർത്തലുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം അധ്യാപകനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ജ്യോത്സ്യം അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇതേപോലെ പഴനിയിലേക്ക് ഒന്ന് പോകണമല്ലോ, അങ്ങനെ പോകാനുള്ളൊരു യാത്രയുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് വളരെ കൗതുകരമായിട്ട് തോന്നി. പക്ഷേ എനിക്ക് എന്നാലും പഴനിയൊന്നും എനിക്ക് എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ക്ഷേത്രങ്ങളാണ്. കാരണം ഞാൻ സ്ഥിരം പോകുന്നത് തിരുപ്പതിയൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് തിരുപ്പതി ഭഗവാനുമായിട്ടായിരുന്നു ആ സമയങ്ങളിൽ കൂടുതൽ കണക്ഷൻ. അപ്പം അങ്ങനെ വന്നപ്പോഴേക്ക് പഴനിയിൽ പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നു. ഞാൻ എൻ്റെ 38-ാമത്തെ വയസ്സിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഴനി പോകുന്നത്. അതെ, പക്ഷേ എൻ്റെ ചെറിയ പ്രായത്തിൽ, അതായത് ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരിക്കൽ പഴനിയിൽ പോയിരുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരിയുടെ തല മുണ്ടനം ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആയിരിക്കാം ഒരു ആദ്യത്തെ യാത്ര. പക്ഷെ ഞാൻ ഈ ഭൂമിയിലെത്തിയതിനു ശേഷം ഞാൻ 38-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് പഴനിയിലേക്ക് പോകുന്നത്. പഴനിയിലേക്ക് പോയി അതൊരു യാത്രയായിരുന്നു. ആ സമയത്ത് അവിടെ ചെന്നപ്പോഴേക്കും പെട്ടെന്നാണ് ആ എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. പക്ഷേ അന്ന് ഒരു ഭക്തിയുടെ തലത്തിലാണ്. ഇന്ന് പക്ഷേ നമുക്ക് അതെന്താണ് കറക്റ്റായി വന്നു ഇപ്പൊ അറിയാൻ പറ്റി. അതിനു മുമ്പ് എനിക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പറയും. ഇപ്പം ഭഗവാനുമായിട്ട് മുരുകനുമായിട്ട് കണക്ഷൻ വരുമ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ വരാം. പലരും ഒരുപാട് അനുഭവ കുറിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങക്ക് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലൊരു അനുഭവം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. എന്തായിരിക്കും അനുഭവം? തീർച്ചയായിട്ടും ഞാൻ എല്ലാ മാസവും ഒരിക്കൽ ശിവഗിരിയിലേക്ക് യാത്ര ചെയ്യും. ശിവഗിരിയിൽ അന്നൊന്നും വർക്കല ശിവഗിരി. ഞാനൊരു ശ്രീനാരായണ ഗുരുദേവ ഭക്തനാണ്. അപ്പോൾ ഗുരുവിനെ പൂർണ്ണമായും മനസ്സാ വരിച്ച് ഗുരുവിനെ ഹൃദയത്തിലേന്തി ഞാൻ കൊണ്ടു നടക്കുന്ന. അപ്പം ഞാൻ എല്ലാ മാസവും ബിസിനസ്സിൻ്റെ ആ ഒരു എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും ഞാൻ കൊണ്ട് സറണ്ടർ ചെയ്യുന്നത് മഹാസമാധിയിലാണ്. ഭഗവാന്റെ മഹാസമാധിയിൽ പോയി അവിടെ ഇരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അവിടെ നിന്ന് തിരിച്ചു പോരും. വൈകിട്ടാകുമ്പോൾ ഞാൻ പൂർണ്ണമായും ഉഷാറായിട്ട് തിരിച്ചു പോരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ സമാധിയിലിരുന്നിങ്ങനെ ചുമ്മാ ഒരു ധ്യാനം കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, പഴനിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഗുരുവാണ് എന്നെ പഴനിയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും ഞാൻ അങ്ങനെയാണ് പഴനിയിലേക്ക്. എൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ പറഞ്ഞു ഇതുപോലെ പഴനിയിലേക്ക് ഒന്ന് പോകണം. പിന്നെ നേരത്തെ സാറ് പറഞ്ഞിരുന്നല്ലോ, ജ്യോത്സ്യരായിട്ടുള്ള അദ്ദേഹവും പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പഴനിയിലേക്ക് ഒരു യാത്ര ചെയ്തു. പഴനിയിലേക്ക് ചെന്നതോടുകൂടി എൻ്റെ ഭൗതികമായ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് നമുക്ക് കിട്ടേണ്ട എല്ലാം അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഭഗവാൻ നമുക്ക് എല്ലാം നൽകി. അവിടെ ചെല്ലുമ്പോഴേക്കും പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോഴേക്കും
ഭഗവാന്റെ മുന്നിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പല ആവശ്യങ്ങളുണ്ടാകും. ഭഗവാനെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ ആവശ്യങ്ങളെല്ലാം മാറിപ്പോകും. പക്ഷേ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, സാധാരണ നമ്മളെല്ലാവരും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ അവിടെ എത്തുക. അല്ലെങ്കിൽ ഒരാവശ്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും, അതിനുശേഷം അവിടെ ചെല്ലുമ്പോൾ അതിന് ചെന്നതിന് ശേഷമായിരിക്കും നമുക്ക് സാധിക്കുക. പക്ഷെ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് ഭഗവാൻ അത് നടത്തിത്തരും. അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് ഞാൻ മിക്കവാറും പോകാറുള്ളത്. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഭഗവാനായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ, അതിന് ഗുരു ഭഗവാനായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ നമുക്കൊരു ഗുരു വേണം. തീർച്ചയായിട്ടും ഒരു ഗുരുവിലൂടെ മാത്രമേ ഭഗവാനെ കണക്റ്റ് ആവുന്നുള്ളൂ. ഇപ്പം അങ്ങ് പറഞ്ഞത് ശിവഗിരിയിൽ മഠത്തിൽ നാരായണ ഗുരുദേവന്റെ ആ ഒരു സാന്നിധ്യവും അവിടെ വെച്ച് നമുക്ക് തോന്നുകയാണ്. അവിടെ ശരിക്കും മുരുകന്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലം കൂടിയാണ് ശിവഗിരി. ഭഗവാൻ മുരുക ഉപാസകനായിരുന്നു ഭഗവാൻ. ആദ്യം തൈക്കാട്ട് അയ്യാവിൽ നിന്നും ബാലസുബ്രഹ്മണ്യ മന്ത്രം സ്വീകരിച്ചാണ് അദ്ദേഹം ഇവിടെ മരുത്തോമലയിലേക്ക് പോകുന്നത് തന്നെ. അപ്പൊ മുരുകന്റെ എനർജി ഗുരുവിൽ നന്നായി വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്. അത് കാലങ്ങളെടുത്തു നമ്മളത് മനസ്സിലാക്കി. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ശരയോഗയിൽ വന്നതിന് ശേഷമാണ്, ശരയോഗ പഠിച്ചതിന് ശേഷമാണ് അതൊരു എനർജിയാണ്, ആ മുരുകന്റെ എനർജി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങളുണ്ട് അറിയാനുണ്ട്. ഇപ്പം മുരുകനുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവ കഥകൾ പറയാറുണ്ട്. ചിലപ്പോൾ ചിലരുടെ മുന്നിൽ മുരുകൻ പ്രത്യക്ഷനായി എന്ന് പറയും. ചിലർ മറ്റൊരു രൂപത്തിലേക്ക് വരുന്നു. ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു എനിക്ക് യഥാർത്ഥത്തിൽ മുരുകന്റെ ദർശനം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മുരുകൻ പഴനിമലയ്ക്ക് അടുത്ത് തന്നെ ഒരു ഐവർ മലയുണ്ട്. അവിടെ വെച്ചിട്ട് എനിക്ക് മഹാവതാർ ബാബാജിയുടെ ദർശനം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ബാബാജിയുടെ ദർശനം എന്ന് പറഞ്ഞാല്, ഒരിക്കൽ എൻ്റെ പിറന്നാളിന് ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് 3-4 സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ പോവാറുണ്ട് പഴനിയിൽ. അന്ന് അവിടെ പോയ സമയത്ത് അവിടെ ഒരു 5000 വർഷം മുമ്പ് സമാധിയായ ഒരു നാരായണ സിദ്ധരുടെ ഒരു സമാധി ഉണ്ട് അവിടെ. അപ്പൊ ആ സമാധിയിൽ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, എനിക്കറിയില്ല പൂജകളൊന്നും, ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം ഞങ്ങൾ ധ്യാനത്തിൽ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നു. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ, വളരെ നല്ല കറുത്ത നിറം, മുട്ടപ്പം വരുന്ന ജട ഇങ്ങനെ താഴ്ന്ന് മുട്ടപ്പം ഇങ്ങനെ കിടക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴേക്ക് കണ്ണുകൾ വല്ലാതെ അങ്ങ് ചുവന്ന് തീക്ഷ്ണമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് നമശിവായ എന്ന് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം, നിങ്ങളാണോ അവിടെ പൂജ ചെയ്തെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു യോഗദണ്ഡുണ്ട്, കമണ്ഡലും ഉണ്ട്, കയ്യിലൊരു രുദ്രാക്ഷം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ കണ്ണുകൾ വളരെ അഗ്നി പോലെ തിളങ്ങുന്നു കണ്ണുകൾ. അപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല ഇത് ആരാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വടക്കോട്ട് ഇങ്ങനെ കൈ കാണിച്ചു, ഹിമാലയത്തിൽ എവിടെ ഇങ്ങനെ കൈ കാണിച്ചു. എന്നിട്ട് അദ്ദേഹം കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല, അദ്ദേഹം എന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു, ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ഡോക്ടർ എനിക്ക് എല്ലാ ദിവസവും ഒരു മെസ്സേജ് അയക്കാറുണ്ട്. ബാബാജി ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വരാറുണ്ട്. അന്ന് പഴനിയിൽ നിന്ന് തിരിച്ചെത്തിയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് കിട്ടിയ ആ വാട്സപ്പ് മെസ്സേജ് ഇന്നലെ തലേ ദിവസം ഞങ്ങൾ കണ്ട ബാബാജിയുടെ ഫോട്ടോ ആയിരുന്നു. ആ രൂപമായിരുന്നു ആ മെസ്സേജ് ആയിട്ട് വന്നത്. ആ രൂപമാണ് അന്നത്തെ ഫോട്ടോയിൽ. നല്ല വ്യക്തതയുണ്ട്. അതെ, നല്ല വ്യക്തതയുണ്ട്. അതാണെന്ന് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് മനസ്സിലായത് അത് ബാബാജി ആയിരുന്നു എന്നുള്ളത്. ഭഗവാനെ ഒരിക്കലെങ്കിലും ആ ഒരു ദർശനം കിട്ടണം എന്ന് വിചാരിച്ച് പലതവണ അത് പ്രാർത്ഥനയിലെല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാർ പോലും വളരെ പ്രയാസപ്പെട്ട് കയറി വരുന്ന സ്ഥലത്ത് ഇദ്ദേഹം വളരെ സ്പീഡിൽ വളരെ ആക്റ്റീവായിട്ട് കയറി ഒരാൾ വരുന്നു. ബ്രദറിൽ ചോദിച്ചാൽ ആരാ ഇത്? അതെ, പക്ഷേ ഭഗവാനെ നേരിട്ട് കാണുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. കാണാൻ സാധിച്ചു. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ലൈവാണ്. 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭഗവാന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പൗർണമി രാത്രിയിൽ ഞങ്ങൾ ശിവഗിരിയിൽ ചെന്നു, അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നു. ഒരു അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം. ഇത് എത്ര മണിക്കാണ് സംഭവിക്കുന്നത്? ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക്, ട്രാൻസിലേക്ക് അങ്ങനെ പോയി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. നമ്മളിപ്പോൾ ഓരോ വിദ്യകളിലേക്ക്, ഇപ്പോൾ ശരയോഗയിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അതൊരു എനർജിയാണ്. ആ എനർജി നമ്മളിലും പ്രവർത്തിക്കുന്നുണ്ട്. ശരനൂലിലേക്ക് നമ്മളൊരു മാറി അങ്ങോട്ട് പോയി. അതെ,
ഇതെങ്ങനെയായിരുന്നു മാറ്റത്തിന് കാരണം എന്തായിരുന്നു? അപ്പം മനസ്സെന്ന് പറയുന്ന അടിമയും പ്രാണൻ ഉടമയുമാണ്. ജനുവരി ഫെബ്രുവരി ആ ഒരു സമയമായപ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കാണുന്നതും അങ്ങനെ ഗുരുജിയിലേക്ക് എത്തുന്നത്. അത് നമ്മുടെ രാഹുൽ കാർത്തിക് അതെ അതെ തീർച്ചയായും.